ഇപ്പോൾ മന്ത്രി ശ്രീ വി എൻ വാസവൻ നമ്മൾക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി എൻ വാസവൻ, ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു, വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, അതുപോലെ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമൊക്കെ ലോകമിങ്ങനെ ഓർക്കുന്ന ഒരു ഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. എങ്ങനെ താങ്കൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മികവുകളും നേതൃപരമായ ശേഷിയും ഏത് നിലയിലാണ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? ശ്രീ വി എൻ വാസവൻ. മാർപ്പാപ്പ കാലം ചെയ്തു എന്ന വാർത്ത നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ വിഷമകരമായ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വിടവാങ്ങി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത്. അത് അത്യന്തം വേദനാജനകമാണ്, ദുഃഖകരമാണ്. ലാളിത്യമാർന്ന ജീവിതശൈലിയുടെയും ഉന്നതമായ സാമൂഹ്യ ബോധത്തിന്റെയും ഉദാത്തമായ മനുഷ്യ സംസ്കാരത്തിന്റെയും പ്രതീകമായ ഒരു മഹനീയ മാതൃകയായിരുന്നു കാലം ചെയ്ത മാർപ്പാപ്പ. ഒരുപക്ഷെ മതാതീത ആത്മീയത തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലികളും സന്ദേശങ്ങളുമെല്ലാം പുറത്തു വന്നു. ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സംഘവിധവാദങ്ങൾക്കും വിഭാഗ വിധ്വംസക ശിഥിലീകരണ വാസനകൾക്കെതിരെയും ശബ്ദിച്ച ലോക സമാധാനത്തിന്റെ സന്ദേശവാഹകൻ കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും ആത്മീയ ചൈതന്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിച്ചതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെട്ട് അതിലെല്ലാം വ്യക്തമായ നിലവാരം ഉയർത്തി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്ന ഇടയശ്രേഷ്ഠൻ കൂടിയായിരുന്നു മാർപ്പാപ്പ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വേർപാട് ലോക സമാധാന ചേരികൾക്കും മാനവരാശിക്കും വലിയ നഷ്ടമുണ്ടാക്കിയതാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കട്ടെ. കാലം ചെയ്ത മാർപ്പാപ്പയുടെ വേർപാടിൽ ദുഃഖവും അതുപോലെ തന്നെ അനുശോചനവും രേഖപ്പെടുത്തുന്നു. മിനിസ്റ്റർ, ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതാതീതമായ ഒരു ആത്മീയതയിലേക്ക് കത്തോലിക്ക സഭയെ നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു പോപ്പാണ്, മാർപ്പാപ്പയാണ് ഇപ്പോൾ വിടവാങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പോലും ഗാസയിലെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ആ സന്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ ജീവിതത്തിലുടനീളം അത്തരത്തിൽ ഹൃദയപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച മാർപ്പാപ്പയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശവും അതിന് ഉദാഹരണം. മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെല്ലാം ജനപക്ഷത്ത് നിന്നുകൊണ്ടായിരുന്നു. സമീപകാലത്ത് ഉയർന്നു വന്ന എല്ലാ ഗൗരവമേറിയ പ്രശ്നങ്ങളിലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ പ്രവചിച്ചു വന്നിരുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധാപൂർവമാണ് കേട്ടിരുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ള മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹം പുരോഗമന വീക്ഷണങ്ങളോടെല്ലാം ഉയർന്ന നിലവാരം പുലർത്തി അതിനോടെല്ലാം താതാത്മ്യം പ്രാപിച്ചും അതിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും അദ്ദേഹം അത്തരം വിഷയങ്ങളെല്ലാം പലപ്പോഴായി പ്രകടിപ്പിച്ച വികാരങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടതാണ്. എല്ലായ്പ്പോഴും ഒരു വിശ്വമാനവയുടെ സന്ദേശമായിരുന്നു മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിലുമെല്ലാം വന്നിരുന്നത്. ആ നിലയിൽ ലോക മാനവരാശിക്കാകെ തീരാത്ത നഷ്ടമാണ് മാർപ്പാപ്പ കാലം ചെയ്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കട്ടെ. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് മിനിസ്റ്റർ വി എൻ വാസവൻ.